ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും ഒരു ശർക്കരയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ഈ കേക്കിലേക്ക് വേണ്ടി ഞാൻ ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ശർക്കര വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഗോതമ്പ് പൊടി. 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 കപ്പ് എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്കോ ഫോർക്കോ യൂസ് ചെയ്താൽ മതി. അപ്പോൾ മുട്ട ഒന്ന് പതഞ്ഞ് വന്നാൽ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കരയൊക്കെ ഇതിൽ കിടന്ന് മെൽറ്റ് ആവോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററിന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനൊരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗോതമ്പ് പൊടി തന്നെ തട്ടിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഈർക്കിളി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഹൈറ്റുള്ള കേക്ക് ടിന്നാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് മേലെ ഇതുപോലൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് 30 to 35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിമിനനുസരിച്ച് ബേക്കിംഗ് ടൈം മാറ്റം വരാം. ഇപ്പോൾ 30 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയും ഗോതമ്പും വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഞാനിത് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്കിൻ്റെ ഉൾവശം നല്ല സ്പോഞ്ചാണ്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ടീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. പിന്നെ നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.